ഇതൊരു വിചിത്രമായ കഥയാണ്. അറബിയയിൽ പ്രചാരത്തിലുള്ള ഒരു കഥ. പണ്ട് പേർഷ്യൻ മരുഭൂമിയിൽ ദരിദ്രനായ ഒരു ഒട്ടകക്കാരനുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു പഴയ ഭാണ്ഡവും കീറിയ വസ്ത്രങ്ങളും മാത്രമായിരുന്നു. പക്ഷെ അവൻ്റെ സ്വപ്നങ്ങളോ ആകാശത്തോളം വലുതും ആകാശം മുട്ടുന്ന അത്രയ്ക്കായിരുന്നു. പെട്ടെന്നാണ് ആ മണൽക്കാറ്റ് വീശിയത്. ആ കാറ്റിനടിയിൽ അവൻ ഒരു വിചിത്ര കാഴ്ച കണ്ടു. മണലിൽ പതിഞ്ഞു നിൽക്കുന്ന ഒരു സ്വർണസഞ്ചി. അതാ കിടക്കുന്നു ആ സ്വർണസഞ്ചി. അത് തുറന്നപ്പോൾ അതിൽ സ്വർണമായിരുന്നില്ല, പകരം തിളങ്ങുന്ന കുറച്ച് വിത്തുകളായിരുന്നു. ഓരോ വിത്തിലും ഓരോ ഭാവി തെളിഞ്ഞു കാണാമായിരുന്നു. ആ വിത്തുകൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് മണ്ണിനടിയിൽ മാത്രം പോരാ, സ്വന്തം ചോരയും നീരും നൽകി വളർത്തണം. അതായത് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ആ വിത്ത് ഒരു വലിയ മരമായി മാറി സ്വർണ്ണക്കനികൾ നൽകൂ. ആ ഒട്ടകക്കാരൻ തൻ്റെ അധ്വാനം കൊണ്ട് ആ മരുഭൂമിയെ ഒരു ഉദ്യാനമാക്കി മാറ്റി. കൂട്ടുകാരെ, നമ്മുടെ സ്വപ്നവും ആ വിത്തുകളെ പോലെയാണ്. കഠിനാധ്വാനം എന്ന വളം നൽകിയാൽ മാത്രമേ അത് വിജയത്തിൻ്റെ ഫലങ്ങൾ തരൂ. നിരാശപ്പെടാതെ മുന്നോട്ടു പോകൂ. ജീവിതത്തിൽ തളർന്നു പോകുന്നവർക്ക് ഒരു വലിയ പ്രചോദനമാണ് ഈ അറബിക്കഥ. കഠിനാധ്വാനവും ക്ഷമയും ഉണ്ടെങ്കിൽ ഏതൊരു മരുഭൂമിയും നമുക്ക് പൂന്തോട്ടമാക്കി മാറ്റാൻ സാധിക്കും. ഈ കഥയിൽ നിങ്ങൾ പഠിച്ച ഏറ്റവും വലിയ പാഠം ഏതാണ്? നിങ്ങളുടെ ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യൂ. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.